ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാൻ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായതേ നമഃ. ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 35-ാമത്തെ ശ്ലോകം. മനസ്ത്വം വ്യോമത്വം മരുദസി മരുത്സാരഥിരസി ത്വമാപസ്ത്വം ഭൂമിസ്ത്വയി പരിണതായാന്നഹി പരം ത്വമേവ സ്വാത്മാനം പരിണമയിതും വിശ്വവപുഷാ ചിദാനന്ദാകാരം ശിവയുവതി ഭാവേന ബിഭൃഷേ. ഹരി ഓം. പദച്ഛേദം ചെയ്യാം. മനസ്ത്വം വ്യോമ ത്വം മരുദസി മരുത്സാരഥി ഹി അസി ത്വം ആപസ്ത്വം ത്വം ആപഃ ത്വം ഭൂമിഃ ത്വയി പരിണതായാം നഹി പരം ത്വം ഏവ സ്വാത്മാനം പരിണമയിതും വിശ്വവപുഷാ ചിദാനന്ദാകാരം ശിവയുവതി ഭാവേന ബിഭൃഷേ. ദേവിയുടെ ആ കുണ്ടലിനി ശക്തി മുതലുള്ള കാര്യങ്ങൾ തുടരുകയാണ്. പദാർത്ഥം പറയാം. മനഃ, ആജ്ഞാചക്രത്തിലിരിക്കുന്ന മനസ്തത്വം. മുമ്പ് നമ്മൾ കുറച്ച് ശ്ലോകങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ത്വം നിന്തിരുവടിയാകുന്നു. വ്യോമ, വിശുദ്ധി ചക്രത്തിലിരിക്കുന്ന ആകാശതത്വം. വ്യോമ പറഞ്ഞ ആകാശതത്വം. ത്വം അങ്ങ് തന്നെ നിന്തിരുവടിയാകുന്നു. ത്വം നിന്തിരുവടി. മരുത്, അനാഹത ചക്രസ്ഥിതമായ വായുതത്വമായി അസി ഭവിക്കുന്നു. അങ്ങ് തന്നെ ഭവിക്കുന്നു. ത്വം അതായത് നിന്തിരുവടി ഭഗവതി. മരുത്സാരഥി, വായുസഖനായ അഗ്നി, സ്വാധിഷ്ഠാനസ്ഥിതമായ അഗ്നിതത്വമായി അസി ഭവിക്കുന്നു. ത്വം നിന്തിരുവടി ഭഗവതി. ആപഹ, മണിപൂരചക്രസ്ഥിതമായ ജലതത്വമാകുന്നു. ത്വം ഭഗവതി തന്നെ ഭൂമി, മൂലാധാര ചക്രസ്ഥിതമായ പൃഥ്വീതത്വമായും ഭവിക്കുന്നു. ത്വയി ഏവം പരിണതായാം സത്യാം, നിന്തിരുവടി ഈ വിധത്തിലെല്ലാമായി പരിണമിച്ച സമയത്തിങ്കൽ പരം ന ഹി, മറ്റൊന്നും തന്നെ ഇല്ലല്ലോ. ത്വം ഏവ നിന്തിരുവടി തന്നെ വിശ്വവപുഷ, പ്രപഞ്ചരൂപമായിട്ട് പരിണമയിതും പരിണമിപ്പാനായിക്കൊണ്ട് ശിവയുവതി ഭാവേന, പരമശിവപത്നി എന്ന ഭാവത്തോടു കൂടി ചിദാനന്ദാകാരം, ജ്ഞാനാനന്ദമയമായ സ്വാത്മാനം, സ്വസ്വരൂപത്തെ ബിഭൃഷേ ധരിക്കുന്നു. അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ എല്ലായിടത്തും ഭഗവതി തന്നെ എന്ന് സാരം. ആര്? ഭഗവാന്റെ പത്നിയായ, പരമശിവന്റെ പത്നിയായ ഭഗവതി. സാരം പറയാം. അതിവിടെ എല്ലാ തത്വത്തെ പറ്റി പറഞ്ഞു. സാരം: അല്ലയോ കുണ്ടലിനി ശക്തി രൂപിണിയായ പരമേശ്വരി, നമ്മുടെ ഓരോ ശരീരത്തിലുള്ള തത്വത്തെ പറ്റിയാണ് പറയുന്നത്. ആജ്ഞാചക്രസ്ഥിതമായ മനസ്തത്വം നിന്തിരുവടിയാകുന്നു. വിശുദ്ധി ചക്രസ്ഥിതമായ ആകാശതത്വവും നിന്തിരുവടിയാകുന്നു. ഭഗവതി തന്നെ. അനാഹത ചക്രത്തിലിരിക്കുന്ന വായുതത്വവും നിന്തിരുവടിയാകുന്നു. ഭഗവതി തന്നെ. സ്വാധിഷ്ഠാനസ്ഥിതമായ അഗ്നിതത്വവും അങ്ങ് തന്നെ.
മണിപൂരസ്ഥിതമായ ജലതത്വവും അങ്ങ് തന്നെ ഭഗവതി. മൂലാധാരത്തിലിരിക്കുന്ന പൃഥ്വീ തത്വവും അവിടുന്ന് തന്നെയാകുന്നു. നിന്തിരുവടി ഇപ്രകാരം പരിണമിച്ച സമയത്തെങ്കിൽ നിന്തിരുവടിയിൽ നിന്ന് ഭിന്നമായിട്ട് മറ്റൊന്നും തന്നെ ഭവിക്കുന്നില്ല. നിന്തിരുവടി തന്നെ പ്രപഞ്ചരൂപമായി പരിണമിപ്പാനായിക്കൊണ്ട് പരമശിവ പത്നീഭാവത്തിൽ ജ്ഞാനാനന്ദമയമായ സ്വസ്വരൂപത്തെ ധരിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ബ്രഹ്മസ്വരൂപമായിട്ട് തന്നെ ഭഗവതി തന്നെ ഇരിക്കുന്നു എന്ന് സാരം. വിശ്വപുഷ പ്രപഞ്ചാകാരമായിട്ട് ചിദാനന്ദാകാരം ചിച്ചക്തിയായ ഭൈരവിയുടെയും ആനന്ദഭൈരവൻ്റെയും ആകാരത്തെ, അതായത് രൂപത്തെ, ഹേ ശിവയുവതി, അല്ലയോ ഹര പത്നി ദേവിയുടെ സമ്പുദ്ധി, അല്ലയോ അങ്ങനെയുള്ള ഭാവേന ചിത്തം കൊണ്ട് വിവിഷെ ധരിക്കുന്നു എന്ന് പറഞ്ഞു. മൂലാധാരം മുതൽ സഹസ്രാര പത്മതളം വരെ ഭഗവതി തന്നെ ആകുന്നു എന്നാണ് ഇവിടെ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാച മനസേന്ദ്രിയർവ്യാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതീൻ സ്വഭാവാൻ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.